നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി ഗോപൻ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായവുമായി മന്ത്രിസഭ. കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായവും മകൻ നവനീതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി നൽകാനും വീട് നിർമ്മിച്ചു നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മകൾ നവമിയുടെ ചികിത്സയും ഇതിനകം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഓൺലൈനായി പങ്കെടുത്തു. കോട്ടയം കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ബിന്ദുവിന്റെ കുടുംബത്തിന് സഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. 12.5 ലക്ഷം രൂപയാണ് വീടിനായി ചിലവിടുക. മകളുടെ ചികിത്സയ്ക്കാണ് ഇപ്പോൾ പ്രാമുഖ്യം നൽകുന്നതെന്ന് ബിന്ദുവിന്റെ കുടുംബം പ്രതികരിച്ചു. പ്രതിഷേധം കത്തിപ്പടരുന്നു. തലസ്ഥാനം യുദ്ധക്കളമായി. കേരള സർവകലാശാലയിൽ AISF പ്രവർത്തകരുടെ പ്രതിഷേധം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്മാറാൻ തയ്യാറാകാത്തതോടെ AISF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ എത്തുന്നതിന് മുന്നോടിയായാണ് പ്രതിഷേധം. AISFന് പുറമെ DYFI, SFI പ്രവർത്തകരും സർവകലാശാല ആസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തിയത്. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹവും സർവകലാശാലയിൽ ഉണ്ടായിരുന്നു. അതിന്റെ വൈസ് ചാൻസലറുടെ നിർദ്ദേശത്തെ അവഗണിച്ച് കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി. രജിസ്ട്രാർ KS അനിൽകുമാർ സസ്പെൻഷനിൽ തന്നെയാണെന്നും സർവകലാശാല ആസ്ഥാനത്ത് എത്തരുതെന്നും വൈസ് ചാൻസലർ നിർദ്ദേശിച്ചിരുന്നു. രജിസ്ട്രാറുടെ ചേംബറിലേക്ക് ആരെയും കടത്തിവിടരുതെന്ന് വൈസ് ചാൻസലർ സുരക്ഷാ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല. നിയമപരമായി മാത്രം കാര്യങ്ങൾ നടത്തുമെന്നായിരുന്നു രജിസ്ട്രാറുടെ മറുപടി. ഇതുകൂടാതെ SFI രാജ്ഭവൻ മാർച്ച് നടത്തി. രാജ്ഭവന് മുന്നിൽ 2 ബാരിക്കേഡുകൾ ഇവരെ തടയുന്നതിനായി പോലീസ് വാഹനങ്ങളും നിരത്തി. എങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് തലസ്ഥാനത്ത് അരങ്ങേറിയത്. ഉണ്ണി മുകുന്ദനെതിരായ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. മുൻ മാനേജർ വിപിൻ കുമാറിനെ നടൻ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചിട്ടില്ലെന്ന് പോലീസിന്റെ കുറ്റപത്രം. മർദ്ദനം നടന്നതായി തെളിവില്ലെന്നാണ് കണ്ടെത്തൽ. ഇൻഫോ പാർക്ക് പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചതിൽ നിന്നാണ് ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചിട്ടില്ലെന്ന കുറ്റപത്രം പോലീസ് സമർപ്പിക്കുന്നത്. താൻ വിപിൻ കുമാറിനെ മർദ്ദിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ കണ്ണട നിലത്തെറിയുക മാത്രമാണ് ചെയ്തതെന്നും പരാതി വന്ന സമയത്ത് തന്നെ ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കിയിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ട് മുൻ മാനേജരും PROയുമായിരുന്ന വിപിൻ പോലീസിനെ സമീപിച്ചത്. കാക്കനാട്ടെ ഫ്ളാറ്റിൽ അപായപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ഉണ്ണി വന്നു. തുടർന്ന് ആളൊഴിഞ്ഞ പാർക്കിംഗ് സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചുവെന്നും പരാതിയിലുണ്ടായിരുന്നു. ഇതിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മർദ്ദനം നടന്നില്ലെന്നും എന്നാൽ പരസ്പരം പിടിവലി നടന്നിരുന്നുവെന്നും വ്യക്തമാവുന്നത്. ഉണ്ണി മുകുന്ദൻ വിപിന്റെ കണ്ണട എറിഞ്ഞു പൊട്ടിക്കുകയും ഫോൺ താഴെ ഇടുകയും ചെയ്ത സാഹചര്യമുണ്ടായെന്നും പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ണിയുടെ ഫ്ളാറ്റിലെത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബഹിരാകാശ യാത്രികരുടെ മടക്കയാത്ര മാറ്റി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ശുഭാംശു ശുക്ലയുടെയും സംഘത്തിന്റെയും മടക്കയാത്ര മാറ്റി. ആക്സിയം 4 ദൗത്യത്തിലെ 4 സംഘം ഭൂമിയിലേക്ക് മടങ്ങുക ജൂലൈ 14 ശേഷം. ദൗത്യസംഘം മടങ്ങാനിരുന്നത് ഇന്ത്യൻ സമയം ഇന്ന് വൈകിട്ട് 5:30 യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് മടക്കയാത്ര മാറ്റിയ വിവരം അറിയിച്ചത്. മടക്കയാത്രാ തീയതി കൃത്യം പ്രഖ്യാപിച്ചിട്ടില്ല. ഇതോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ശുഭാംശുവിനും സംഘത്തിനും 3 ആഴ്ച ചിലവിടാനായിരിക്കും. 14 ദിവസത്തേക്കാണ് ദൗത്യം പദ്ധതിയിട്ടിരുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി സുപ്രീം കോടതിയിൽ ഹർജി. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി സുപ്രീം കോടതിയിൽ ഹർജി. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് ഹർജി നൽകിയത്. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഹർജിയിലെ ആവശ്യം. നിമിഷപ്രിയയുടെ വധശിക്ഷ ബുധനാഴ്ച നടപ്പാക്കുമെന്നാണ് വിവരം. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ യമനിലെ ജയിലിലാണ് നിലവിൽ നിമിഷപ്രിയ. കേന്ദ്ര സർക്കാർ അടിയന്തര നയതന്ത്ര ഇടപെടൽ നടത്തണമെന്നും ദിയാധന ചർച്ചകൾക്കായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും ഹർജിയിൽ പറയുന്നു. നിമിഷപ്രിയയുടെ മോചനം ആവശ്യപ്പെട്ട് നിരവധി രാഷ്ട്രീയ നേതാക്കൾ കേന്ദ്രത്തെ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ മോചനം ആവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ കുടുംബം ഗവർണറെ കണ്ടിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനും മകനും നിയമസഭാംഗവുമായ ചാണ്ടി ഉമ്മനുമാണ് ഗവർണറെ കണ്ടത്. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാൻ കേന്ദ്രം ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. യമൻ പൗരൻ തലാൽ അബ്ദു മഹദി കൊല്ലപ്പെട്ട കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16 നടപ്പിലാക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച ഉത്തരവിൽ യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവെച്ചതായാണ് റിപ്പോർട്ട്.
കായിക ലോകം. സച്ചിൻ സുരേഷിന് റെക്കോർഡ് ട്രിപ്പിൾ സെഞ്ചുറി. തിരുവനന്തപുരം എ ഡിവിഷൻ ക്രിക്കറ്റ് ലീഗിലാണ് രഞ്ജി ക്രിക്കറ്റ് ക്ലബിനെതിരെ ഏജീസ് ഓഫീസ് റിക്രിയേഷൻ ക്ലബിനായി സച്ചിൻ 197 പന്തിൽ 334 റൺസ് നേടിയത്. അംഗീകൃത മത്സരത്തിൽ ഒരു കേരള താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോറാണിത്. മത്സരത്തിൽ AGORC ഇന്നിംഗ്സിനും 324 റൺസിനും ജയിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത രഞ്ജി ക്രിക്കറ്റ് ക്ലബ് 187 റൺസിന് ഓൾ ഔട്ടായി. AGORC 5 വിക്കറ്റിന് 613 റൺസ് നേടി. സഞ്ജു സാംസന്റെ സഹോദരനായ സാലി വിശ്വനാഥ് 118 പന്തിൽ നിന്ന് 148 റൺസ് നേടി. ഇരുവരും ചേർന്നുള്ള കൂട്ടുകെട്ടിൽ 403 റൺസ് പിറന്നു. തുടർന്ന് രണ്ടാം ഇന്നിംഗ്സിൽ രഞ്ജി ക്രിക്കറ്റ് ക്ലബ് 102 റൺസിന് എല്ലാവരും പുറത്തായി. പാലക്കാട് നല്ലേപ്പള്ളി സ്വദേശിയാണ് സച്ചിൻ. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. കറിവേപ്പിലയുടെ ആരോഗ്യ ഗുണങ്ങൾ. ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കാൻ മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിലും കറിവേപ്പിലയ്ക്ക് മുഖ്യ പങ്കുണ്ട്. അമിതവണ്ണം, പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങളെ നിയന്ത്രിക്കാൻ കറിവേപ്പിലയ്ക്ക് കഴിവുണ്ട്. കറിവേപ്പിലയിൽ ഇഞ്ചിയും ഉപ്പും ചേർത്തരച്ച് കഴിച്ചാൽ ദഹന പ്രശ്നങ്ങൾ ശമിക്കും. കറിവേപ്പിലയിൽ അടങ്ങിയ വിറ്റാമിൻ A കാഴ്ചശക്തി വർദ്ധിപ്പിക്കും. കരൾ സംബന്ധമായ രോഗങ്ങളെ പ്രതിരോധിക്കാനും കറിവേപ്പില ഉത്തമമാണ്. ആസ്മ രോഗികൾ കറിവേപ്പിലയും പച്ചമഞ്ഞളും അരച്ച് ദിവസവും കഴിച്ചാൽ രോഗം ശമിക്കും. കറിവേപ്പില ചേർത്ത് എണ്ണ കാച്ചി തേക്കുന്നതും മുടി തഴച്ചു വളരാനും അകാലനര ശമിപ്പിക്കാനും നല്ലതാണ്. തേർഡ് ഡിവിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.